ശരി ശ്രീ എൽദോ, അതിനുശേഷം ഈ ഉമ്മൻചാണ്ടി സർക്കാർ 2011 അധികാരമേറ്റതിനു ശേഷം 2016 വരെയുള്ള കാലഘട്ടത്തിലും ഒരു തരത്തിലുള്ള ചലനവും ഉണ്ടായിട്ടില്ലല്ലോ. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ട് മുൻപ് ആ സമയത്ത് ഒരു ഉദ്ഘാടനം നടന്നു. പക്ഷേ എത്ര കമ്പനികൾ അന്ന് വന്നു എന്നതിനെ കുറിച്ച് വലിയ ചർച്ച ഇവിടെ നടന്നതാണ്. അതിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടിക്കൂട്ട് ഉദ്ഘാടനമായിരുന്നുവെന്ന്. മഞ്ജുഷ്, ഇപ്പോൾ മഞ്ജുഷ് പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ ആദ്യം ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. 2010 നമുക്ക് ഹിന്ദുവിൽ വന്നിട്ടൊരു ന്യൂസ് ഉണ്ട്. ഈ പറയുന്ന VS അച്യുതാനന്ദൻ സർക്കാർ തന്നെ ഈ പ്രൊജക്റ്റ് ഇനി മുന്നോട്ട് ഞങ്ങൾ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങിന് ശേഷം അദ്ദേഹം സംസാരിക്കുകയും അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻഫോ പാർക്കിൻ്റെ കീഴിൽ ഒരു 1,10,000 1.10 lakhs തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം തന്നെയാണ് ഇവിടെ അഭിപ്രായപ്പെട്ടത്. നമുക്ക് ആ ന്യൂസുകൾ ഇവിടെ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു ലാഗ് ഉണ്ടായിട്ടുണ്ട്, നല്ലൊരു ലാഗ് ഉണ്ടായിട്ടുണ്ട്. 2016 ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്ന സമയത്ത് എപ്പോഴും ഒരു ശ്രമമുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അന്ന് ഉദ്ഘാടനം ചെയ്ത ഫേസ് 1 എന്ന് പറയുന്ന ആ ബിൽഡിംഗ് അതാണ് ഇപ്പോഴും അവിടെയുള്ളൂ. ഈ പറയുന്ന ടീകോം നേരിട്ട് പണിതിട്ടുള്ള ഏക ബിൽഡിങ്ങും അതായിരിക്കും. 2016 ഉദ്ഘാടനം ചെയ്ത ഫേസ് 1 ഉദ്ഘാടനം ചെയ്ത ഒരു ബിൽഡിംഗ്. പക്ഷേ അതിനുശേഷം ആ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പിന്നീട് നമുക്ക് എത്ര കമ്പനികളെ ആകർഷിക്കാൻ പറ്റി, പ്രത്യേകിച്ച് MNCs എത്ര ആകർഷിക്കാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അവിടെ നമ്മളൊരു പരാജയമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം 8,000-ഓളം ജോബുകളാണ് എൻ്റെ ഒരു അറിവ്, ഞാൻ മനസ്സിലാക്കിയത് വെച്ചും മറ്റ് ചർച്ചകളിൽ നിന്നുമല്ല ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. MNCകൾ അവിടെ പ്രവർത്തിക്കുന്നത് തന്നെ ഇപ്പോൾ ഇൻഫോ പാർക്കിൽ ഫേസ് കിട്ടാതെ അവിടെ നിന്നുള്ള ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിലാണ് ചില MNCകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അതപ്പുറം 1-2 MNCs അവിടെ വന്നു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിനുശേഷവും ഈ ഒരു ഏത് ഗവൺമെന്റ് ആയാലും ഇതിൽ എത്ര ഇച്ഛ ഇവിടെ ഇതിന്റെ എല്ലാം ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ യുവാക്കളിൽ അല്ലെങ്കിൽ തൊഴിൽ തേടുന്ന ആളുകളിലാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ജോസഫ് സാർ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ സാധ്യത എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല IT മേഖലയിലുള്ള ഒരു വർക്കിംഗ് പൂൾ ഉള്ള ഒരു സംസ്ഥാനത്താണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓർക്കണം. ഒരുപക്ഷെ മറ്റ് സ്റ്റേറ്റ് ഇപ്പോൾ കർണാടകയായാലും തെലങ്കാനയായാലും വലിയ അത്ഭുതങ്ങളൊന്നുമല്ല സൃഷ്ടിക്കുന്നത്. അവർ സമയബന്ധിതമായി പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഞാനിവിടെ എല്ലാം പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുമൊക്കെ ജോലി ചെയ്തൊരു സാഹചര്യം എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും ഇവിടുത്തെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം അതിനൊരു സമയം, ഇന്ന സമയം കൊണ്ട് ഈ പ്രൊജക്റ്റിൽ അത് ഉണ്ടായിരുന്നു. ഈ പ്രൊജക്റ്റ് അതിനിടയ്ക്ക് മറ്റു ചില പ്രശ്നങ്ങൾ വന്നു. ഈ കോവിഡ് ഒക്കെ വന്ന സമയമായപ്പോഴേക്കും അതിന്റെ ഈ നിർമ്മാണ പുരോഗതി ഉണ്ടായില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനിടയിൽ വന്നിരുന്നുവല്ലോ. ഫ്ലഡിന്റെ പ്രശ്നമുണ്ടായിരുന്നു, അതെല്ലാം വന്നിരുന്നു. തീർച്ചയായിട്ടും. എന്നാൽ പോലും 16 വർഷത്തോളമായി. അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ എന്താണ് ഇതിന്റെ ഒരു ഫോളോ അപ്പ് നടന്നത് എന്നുള്ളത് വളരെ ഏറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ വ്യക്തതയില്ല. അത് ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ആണ് അതിന് ക്ലാരിറ്റി തരേണ്ടത്. പ്രത്യേകിച്ച് ഒരു മീറ്റിംഗ് ഒരു ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം ഇത് നിർത്തലാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഇത്രയും വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തലമുറ മാറ്റം അവിടെ ഉണ്ടാവും. 16 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും നല്ല ഒരു വർക്കിംഗ് ടൈമാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ പ്രോഗ്രസീവ് ടെക്കീസ് എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടി ഒരു ഇടത് അനുഭവമുള്ള സംഘടന കൂടിയാണ്. അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു അഫിലിയേഷനോ ഒന്നും ഇല്ല എങ്കിൽ പോലും ഇവിടെ അനീഷ് പന്തലാനി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അവർ സർക്കാരിന്റെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. അതായത് ടീകോം പോകട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് അവർ. പകരം ഇൻഫോ പാർക്കിന്റെ ഭാഗമാക്കി ആ 246 ഏക്കർ മാറ്റുക എന്നുള്ളതാണ്. അതിനോട് യോജിപ്പുണ്ടോ? പ്രൊഫഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി കൂടിയാണല്ലോ താങ്കൾ. ഞാൻ തീർച്ചയായിട്ടും അനീഷ് പറഞ്ഞതിനപ്പുറം ഞാനിവിടെ ആവശ്യപ്പെടുന്ന കാര്യം ഏത് രീതിയിലാണെങ്കിലും വളരെ സുതാര്യമായ രീതിയിൽ ഇവിടെ
ആ 200 ഇപ്പോൾ അനീഷ് പറഞ്ഞതുപോലെ ഇവിടെ വലിയൊരു ഒരുപാട് കമ്പനികൾ ഈ പറയുന്ന ഒരു ക്യൂലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് സമയമൊന്നും കാത്തിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ സമയബന്ധിതമായി ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ, അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്ന, നമ്മൾ സഹകരിക്കാവുന്ന സ്വകാര്യ മേഖലയിലുള്ള ആളുകളുമായി സഹകരിച്ച് എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് ഈ തേർഡ് ഫേസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇൻഫോ പാർക്കിൽ നിന്ന് ഒരുപാട് മാറിയാണ്. പക്ഷേ ഈ ലാൻഡ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ലാൻഡാണ്. അവിടെ തീർച്ചയായിട്ടും ഗവൺമെന്റ് തലത്തിലോ സ്വകാര്യ മേഖലയുമായി ചേർന്നോ പ്രൊജക്ടുകൾ എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണം. അതിൽ ഞാൻ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അത് അനീഷിനോടൊപ്പവും അല്ലെങ്കിൽ ജോസഫ് സാസ് അറിഞ്ഞതുപോലെ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അതോടൊപ്പം ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, പ്രത്യേകിച്ച് കേരളത്തിലെ യുവാക്കൾ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ലാലേട്ടന്റെ സിനിമയിൽ പറയുന്ന പോലെ ചിന്തിക്കുന്ന ഒരു സമൂഹമൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതറിയാനുള്ള ഒരു ആഗ്രഹവും, ഈ ഇത്രയും വർഷങ്ങൾ എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആഗ്രഹവും തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം മുന്നോട്ട് പോകണമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതെന്തെങ്കിലും ആകട്ടെ, കരാറിന്റെ കാര്യങ്ങൾ അത് സർക്കാരും ബന്ധപ്പെട്ട